അങ്ങനെ അപ്പനുസരിച്ച് എന്നാലും പേടിച്ചെങ്കിൽ ഇല്ലാണ്ടായി പോയി എന്നോടൊക്കെ പറയാല്ലേ. ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് അറിയാം, ഇന്നലെ കുറച്ചധികം പ്രശ്നങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബിഗ് ബോസ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് പോലും കാണിക്കാത്ത ചില എന്തൊക്കെയോ കാര്യങ്ങളോട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് വലിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങളിലേക്ക് ട്രിഗർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബേസ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന ഈ അപ്പാനുശരത്തും അതുപോലെ തന്നെ ലാസ്റ്റ് എലിമിനേറ്റ് ആയി പോയ ഒരു കണ്ടസ്റ്റന്റും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ സംസാരങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെയോ അത് നമുക്കറിയില്ല, എന്നാലും ലൈവിൽ പോലും കാണിച്ചിട്ടില്ല. അപ്പൊ അത് അവിടെയുള്ള പല ആൾക്കാർക്കും അറിയാം ഇത്തരത്തിലുള്ള എന്തൊക്കെയോ സംഭവം നടന്നിട്ടുള്ളതിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കരുത് ഒരുപക്ഷെ ബിഗ് ബോസ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആൾക്കാർ ഇത് ഓപ്പൺലി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അനുമോൾ എന്തായാലും ആ പനിശരത്തിന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, താൻ കാരണമാണ് ഇവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് എന്തായാലും പുറത്തായി അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പാനുശരത്തിന് ശരിക്കും ട്രിഗേർഡ് ആവുന്നുണ്ട്, കിടന്ന് അപ്പാനുശരത്ത് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ അപ്പാനുശരത്തിന് കൂട്ടുന്നുള്ള പറഞ്ഞ പോലെ ഈ അക്ബറും വന്നിട്ട് ഈ അനുമോളിന് നേരെ കിടന്ന് ഫയർ ചെയ്യുന്നിട്ട് കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട്. അപ്പാനുശരത്ത് കിടന്ന് ഒച്ചെടുക്കുന്നത് ഓക്കെ, നമ്മൾ ആദ്യം തുടങ്ങി കാണുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചെറിയ കാര്യം മതി അദ്ദേഹം കിടന്ന് ഷൗട്ട് ചെയ്യാം. പക്ഷേ ഈ കൂടെയുള്ള ആൾക്കാരും ഈ പറയുന്ന എല്ലാവരും ഈ അനുമോളിന് നേരെ തിരിഞ്ഞിട്ട് അത് പറഞ്ഞ് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്തെങ്കിലും പറയാൻ പാടില്ലാത്തതോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസിന്റെ നിർദ്ദേശം തന്നെ ചിലപ്പോൾ കിട്ടിയ ഒരു കാര്യമായിരിക്കും. ഇതിനെക്കുറിച്ച് ഇനി തുടർന്ന് സംസാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിർദ്ദേശം ബിഗ് ബോസ് കൊടുത്തൊരു കാര്യമായിരിക്കും, എന്തോന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഇവരെല്ലാവരും അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കോലാഹലം നടക്കുന്ന സമയത്തും ഒരാളിതെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഷാനവാസാണ്. ഈ അനുമോളിന് നേരെ ഇവരെല്ലാവരും തിരിഞ്ഞ സമയത്ത് പോലും ഷാനവാസ് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. കാര്യം വേറൊന്നുമില്ല, അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വരട്ടെ എൻ്റെ ഒരു അവസരം വരട്ടെ, എന്നാലും തിരിച്ചൊരു പണി കൊടുക്കാം അല്ലെങ്കിൽ എല്ലാത്തിനായിട്ടും എല്ലാവരും സാധനം കയ്യിലുണ്ട് എന്നുള്ളൊരു ലാഘവത്തോട് തന്നെ പുള്ളി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അനുമോളിലായിരുന്നു നമുക്കറിയാം ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയോ കാര്യങ്ങളൊന്നും, ഭയങ്കര പ്ലാസ്റ്റിക് ആണ്, ഭയങ്കരമായിട്ട് ഈ ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് മരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന അനുമോള്. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഒരു മൂലക്ക് മാറി നിന്ന് കരയുന്ന ഒരു ആൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അനുമോളിനെ കാണുന്നുള്ളൂ, ഒട്ടും സ്ട്രോങ്ങോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഈ പറയുന്ന അനുമോളും അപ്പനുശരത്തും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ആൾ ഫീൽഡിലേക്ക് കയറി വരുന്നത് വേണമെങ്കിൽ പറയാം. ഷാനവാസും അപ്പനുശരത്തും തമ്മിൽ കുറച്ച് സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്, ഇത്തിരി ഷൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തോന്നുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അത് ഫേസ് ചെയ്യാൻ നിനക്ക് താങ്ങില്ല എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് ഈ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നോർമലി ചെറിയ വലിയ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അപ്പാനിക്കോണെങ്കിൽ ഇങ്ങനെ പറയാമെന്നുള്ളൂ, എന്നാൽ താൻ എന്തെങ്കിലും കാണിക്കുന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് വിട്ട് കളയാവുന്നുള്ളൂ. പക്ഷെ അപ്പാനിച്ചേർത്തില്ല ആ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം ഇങ്ങനെ ഷാനവാസിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്, എന്താണ് കാര്യം പറയും നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, അതായത് പെട്ടുപോയി. അതായത് ഷാനവാസിന് മുമ്പിൽ ഇനി പറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ മത്സരിച്ച് ജയിക്കാനോ ഈ പറയുന്ന അപ്പാനിച്ചേർത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫ്രണ്ട്ലി പഴയ ഒരു ബോണ്ടിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ അപ്പാനിച്ചേർത്ത് ഒരുപാട് നോക്കുന്നുണ്ടെങ്കിൽ ഷാനവാസ് ഒട്ടും ഇതിന് വഴങ്ങാതെ അങ്ങനെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്നാലും എനിക്ക് കണ്ടറിയാം ഇത് എവിടെയൊക്കെ പോയി നിൽക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇവരുടെ ലൈഫിലൊക്കെ ഇത് വലിയ രീതിയിൽ പ്രശ്നമാകുകയോ എന്നൊക്കെയുള്ള ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി നിർത്തും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയ ഒരാളെന്ന് പറഞ്ഞാൽ അനീഷാണല്ലേ. നമുക്കറിയാം ആദ്യത്തെ 2 ആഴ്ചകളിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിന്നിരുന്ന ആൾ തന്നെയാണ് ഈ പറയുന്ന അനീഷ്. കാര്യം പുള്ളി ഒരു ഇത്തിരി ഒരു ചൊറിയൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ടൊരു അറ്റൻഷൻ പിടിച്ചു പറ്റിയ ഒരാൾ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ചയായിട്ട് ഈ പറയുന്ന ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞൊരു മെയിൻ കാര്യം, ഇവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും അനീഷിന്റെ പുറകെ നടക്കുന്നത്, അനീഷിനെ വിടൂ എന്നൊക്കെ ശരത്തിന്റെ അടുത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലേ. ശരത്താണെങ്കിൽ ഫുൾ ടൈം ഈ അനീഷിനെ പുറകെ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി ഫുൾ ടൈം അനീഷിനെ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കണ്ടിരുന്നത്. പക്ഷെ എന്നാലും ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വിടൂ, നിങ്ങളെ ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്തായാലും ഓരോരുത്തരും അവരുടെ കളികളിലേക്ക് തന്നെ പോട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ബിഗ് ബോസ് ഓണായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. കാര്യം ഇപ്പോഴാണ് അവർക്കിടയിൽ അവരുടേതായുള്ള പല പ്രശ്നങ്ങളും പല കാര്യങ്ങളിലേക്ക് എന്തായാലും പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഒരു ഏലിയൻ ടൈപ്പ് ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഏലിയനെ സംബന്ധിച്ചിടത്തോളം ഏലിയൻ ഇപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അനീഷിന് മനസ്സിലായി തുടങ്ങി ഇപ്പം എന്തായാലും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഷാനവാസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ഷാനവാസ് ആണ് എന്നുള്ള കാര്യം അനീഷിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അനീഷ് എന്തായാലും വന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് എന്തായാലും ഇന്നലെ ചൊറിയുന്നുണ്ട്. ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം ഈ പറയുന്ന എപ്പിസോഡിനകത്ത് ഇന്നലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചിട്ടില്ല. വേറൊന്നുമില്ല, ഷാനവാസ് കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് ഓരോ സംസാരിച്ചിട്ടൊക്കെ പോകുന്ന സമയത്ത് തിരിയുന്ന സമയത്ത് ഈ പറയുന്ന അനീഷ് വന്നിട്ട് ഇങ്ങനെ ബാക്കി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ തിരിയുന്ന സമയത്ത് നേരെ അനീഷിന്റെ ഫേസിലേക്കാണ് ഈ ഷാനവാസ് നോക്കുന്നത്. അപ്പോഴത്തേക്കും അനീഷ് പറയുന്നുണ്ട് താങ്കൾ എന്തെങ്കിലും പറയണമെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണല്ലോ, എല്ലാവരുടെ അടുത്ത് അല്ല പറയണ്ട, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്ത് നോക്കിയിട്ടല്ല പറയണ്ടേ, എന്തെങ്കിലും പറയണമെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കിടന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയണത് നിന്നെ പോലെ ഒരു മണ്ണുകൊണ്ടിനെ വേറെ അടുത്തും കണ്ടിട്ടില്ല, ഞാനിത് അവരുടെ അടുത്താണ് പറയുന്നത്, നിന്റെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ നിന്റെ അടുത്ത് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറിവിളിയും കാര്യങ്ങളൊക്കെ വന്നിട്ട്
അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും സംഭവിക്കുന്നത് പറയല്ല, അനീഷിന് ഇപ്പൊ ആ ഒരു പഴയ അറ്റൻഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർ വേണ്ട രീതിയിൽ അനീഷിനെ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പരിഗണന അവിടെ കൊടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് പറയാൻ വിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുണ്ട്. കാര്യം ഈ സംസാരത്തിന് എല്ലാത്തിനും ശേഷം ഈ പറയുന്ന അപ്പാനിച്ചെടുത്തോണ്ട് രേണുസുരെടുത്തോണ്ട് പറയുന്നുണ്ട് തനിക്ക് ലാസ്റ്റ് എലിമിനേറ്റ് ആയി മത്സരാർത്ഥിയുമായിട്ട് നല്ല രീതിയിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിനെ ഇവർ പല രീതിയിലും കൺവേർട്ട് ചെയ്ത് വളച്ചൊടിച്ച് എന്തായാലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് പറ്റുമെങ്കിലും തൻ്റെ ഫാമിലിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ രേണുസുരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രേണുസുതി പറയുന്നുണ്ട് ഇതിന് എന്തായാലും ഫാമിലി എന്തായാലും ഫോണിൽ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, നമുക്ക് എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം എന്നൊക്കെ എന്തായാലും രേണുസുതി പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്പനുസരിച്ച് പറയുന്നുണ്ട് താൻ എന്തായാലും ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നതിനെ താൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, തൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമാണ് താൻ ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അപ്പനുസരത്തിനൊട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പനുസരത്ത് എന്തായാലും രേണുസുരുടെ അടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തനിക്ക് എന്തായാലും ഈ ടോപ്പിക്കിനെ കുറിച്ച് തുടർന്ന് എന്തായാലും ഇനി തുടർന്ന് സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെന്നുള്ളതും അപ്പനുസരത്ത് എന്തായാലും ക്ലിയർ കട്ടായിട്ട് എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കി, ഈ പറയുന്ന അനുമോളായിക്കോട്ടെ അല്ലെങ്കിൽ ഷാനവാസ് ആയിക്കോട്ടെ എടുത്തിരുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അപ്പനുസരത്തിനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന, മെന്റലി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്തായാലും കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. എന്തായാലും ഇത് എവിടെ പോയി നിൽക്കും എന്നൊക്കെ എന്തായാലും കണ്ടറിയാം.